യു.പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട മാന്നാർ പാവുക്കര പുതുപ്പറമ്പിൽ പുന്നത്താഴെ നിഷ നായരുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചു. അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് മന്ത്രി സജി ചെറിയാനും മാതൃസഹോദരൻ പരാതി നൽകി. മാന്നാർ പാവുക്കര പുതുപ്പറമ്പിൽ പി.ജി. മണിക്കുട്ടനാണ് പരാതിക്കാരൻ. ഉത്തർപ്രദേശിൽ സ്ഥിരതാമസമാക്കിയ ചെറിയനാട് കുളിക്കാമ്പാലം മേഴിയാത്തു തെക്കേതിൽ അജിത് കുമാർ നായരാണ് ഇവിടെ തന്നെ അധ്യാപികയായിരുന്ന നിഷയുടെ ഭർത്താവ്. ഇവർക്ക് 10 വയസ്സുള്ള ഒരു മകളും 5 വയസ്സുള്ള ഒരു മകനുമാണുള്ളത്. മുമ്പ് 2 വിവാഹങ്ങൾ കഴിച്ച അജിത് കുമാർ ഇക്കാര്യം മറച്ചുവെച്ചാണ് നിഷയെ വിവാഹം ചെയ്തതെന്നും ഭർത്താവിന്റെ മാതാപിതാക്കളടക്കം നിരന്തരം ശാരീരിക മാനസിക പീഡനത്തിന് വിധേയമാക്കിയിരുന്നതായും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ 13-നായിരുന്നു നിഷയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇടപെടലിലാണ് മൃതദേഹം പോലും കാണാൻ കഴിഞ്ഞതെന്ന് അവിടെയുള്ള നിഷയുടെ ബന്ധുക്കൾ അറിയിച്ചത്. ഇവരെ ആഗ്രയിലാണ് താമസിച്ചിരുന്നത്. അവിടുന്ന് കല്യാണം കഴിച്ചത്ര ദൂരത്തിലാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷിക്കാനുള്ള ഒരു ഡിസ്റ്റൻസ് റൂളായിരുന്നു. പിന്നെ ഈ മരിക്കുന്നതിന് മുമ്പേ എന്നെ വിളിച്ച് പറഞ്ഞു, എന്നെ കൊല്ലാൻ പോവാണെന്ന് വിളിച്ച് ഫോണിൽ കൂടെ പറഞ്ഞു. എൻ്റെ വോയിസ് കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, മോളെ നീ പിന്നെ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തിരിച്ചു പോയി. അവരുടെ അച്ഛനും അമ്മയും ഏതാണ്ടൊക്കെ മോശമായിട്ട് അവരെ പറ്റി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്ത് അവർ പറഞ്ഞു നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വരിക, റിപ്പോർട്ട് ചെയ്യുക, നമുക്ക് എന്താണെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതാണ് എന്നോട് പറഞ്ഞ കുറേ കഥകൾ. ഇത് കഴിഞ്ഞ് ഇത് ഈ പോലീസുകാർ വന്ന ശേഷമാണ് ഇവരെന്തോ ഈ കുട്ടിയിലേക്ക് ചെയ്തിട്ടുണ്ട്. അവൾ തൂങ്ങി മരിക്കുമായിരുന്നു ആ റിപ്പോർട്ട് കിടക്കുന്നത്, പോലീസിൻ്റെ റിപ്പോർട്ട് കിടക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളെ അറിയിച്ചത്. ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പീഡനങ്ങളും ഭീഷണികളും സഹിക്കവയ്യാതായപ്പോൾ ഈ മാസം 12-ന് നിഷ നായർ യു.പി പോലീസിൽ പരാതി പറയുകയും പോലീസ് വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. പോലീസ് വീട്ടിലെത്തിയതിൽ പ്രകോപിതരായ ഭർത്താവും മാതാപിതാക്കളും ചേർന്ന് വധഭീഷണി മുഴക്കിയിരുന്നതായി നിഷ നാട്ടിലുള്ള ചില ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. അന്ന് രാത്രിയിലാണ് യുവതി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. നിഷയുടെ മരണത്തെക്കുറിച്ചുള്ള സത്യസന്ധവും കാര്യക്ഷമവുമായ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലും നടപടികളും ഉണ്ടാകണമെന്നും പരാതിയിൽ പറയുന്നു. മന്ത്രി സജി ചെറിയാൻ മുഖേനയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, മാന്നാർ.